വെൽക്കം, തഹ്മാനാണ്. ജനറൽ അനസ്തെറ്റിക്സ് വീഡിയോ സീരീസിൽ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസ്. പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സോ എന്താണ് പ്രീ അനസ്തെറ്റിക്സ്? പ്രീ അനസ്തെറ്റിക്സ് എന്ന് വെച്ചാൽ നമ്മൾ സർജറി ചെയ്യുന്നതിന് മുമ്പ്, സർജറിക്ക് മുമ്പ് നമ്മൾ അനസ്തീഷ്യ കൊടുക്കും. സോ അനസ്തീഷ്യ ഇൻഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഏതെല്ലാം തരം മരുന്നുകൾ രോഗിക്ക് നൽകുന്നു അതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസ് എന്ന് പറയും. സോ ഇത് ജനറൽ അനസ്തീഷ്യയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ജനറൽ അനസ്തീഷ്യ സെപ്പറേറ്റ് ആണ്. സർജറിക്ക് കൊടുക്കുന്ന മരുന്നുകളുടെ ഭാഗമാണോ? അതുമല്ല. സോ സർജറി മെഡിക്കേഷൻ റെജിമിന്റെ ഭാഗവും അല്ല. സോ ഇത് രണ്ടുമല്ലാതെ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസ് എന്ന് പറയാം. പക്ഷെ പല മരുന്നുകളും ഇത്തരം പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കുന്നതായിരിക്കും എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഒരു ചോദ്യം വരും, എന്തിനാണ് ഈ മരുന്നുകൾ കൊടുക്കുന്നത്? സോ നമ്മൾ ഈ മരുന്നുകൾ കൊടുക്കുന്ന ഒറ്റൊരു കാര്യത്തിനല്ല, നമുക്ക് വിവിധ ലക്ഷ്യങ്ങളാണുള്ളത്. സോ വി ഹാവ് ഡിഫറെന്റ് എയിം. സോ എന്തൊക്കെയാണ് ഈ ലക്ഷ്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1, സർജിക്കൽ പ്രൊസീജിയേഴ്സിന് മുമ്പ് രോഗിയിലുണ്ടാകുന്ന ആങ്സൈറ്റി കുറയ്ക്കുക. സോ ആണ് നമ്മുടെ ഒരു ആക്ഷൻ വേണ്ടത്. ദെൻ ഡിക്രീസ് അപ്രിഹെൻഷൻ കുറയ്ക്കുക. ഇതൊക്കെ കുറയ്ക്കാൻ ആളെ ഒന്ന് ഉറക്കിയാൽ മതിയല്ലേ. സോ ക്യാൻ ബി സെഡേഷൻ ഉണ്ടാക്കുക. സോ നമുക്ക് ഇൻഡക്ഷൻ ഓഫ് അനസ്തീഷ്യ സ്മൂത്ത് ആകും. രണ്ടാമത്തെ നമ്മുടെ ലക്ഷ്യം സർജറിക്ക് മുമ്പുള്ള, സർജറിക്ക് ശേഷമുള്ള പോസ്റ്റ് ആൻഡ് പ്രീ ഓപ്പറേറ്റീവ്. സോ പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇവന്റ്സ് രോഗി മറന്നു പോകണം. അതൊക്കെ മറക്കണമെങ്കിൽ അംനേഷ്യ ഉണ്ടാവണം. സോ കുറച്ച് അംനേഷ്യ ഉണ്ടാവാനായിട്ടാണ് നമ്മൾ കൊടുക്കുക. മൂന്നാമത്തെ നമ്മുടെ ലക്ഷ്യം, രോഗിക്ക് വേദന ഉണ്ടല്ലേ, സർജറി ചെയ്യുമ്പോൾ വേദന ഉണ്ടാകും. അപ്പോൾ ആ വേദന കുറയ്ക്കുക. സോ പെയിൻ റിലീഫ് ആണ്. പെയിൻ റിലീഫ് സർജറിക്ക് മുൻപും സർജറിക്ക് ശേഷവും സർജറിയുടെ സമയത്തും രോഗിക്ക് വേദന ഉണ്ടാകരുത്. സോ അനാൾജസിയ, അതാണ് നമ്മുടെ മറ്റൊരു ലക്ഷ്യം. ഓർ ടു സപ്ലിമെന്റ്, നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾക്ക് അനാൾജസിക് എഫക്ട് ഉണ്ടെങ്കിൽ അതിനെ സപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു ലക്ഷ്യം. അതിന്റെ ഡോസ് കുറയ്ക്കും. ദെൻ പ്രൊസീജിയർ സമയത്തുണ്ടാവുന്ന സെക്രീഷൻ. സോ ടു റെഡ്യൂസ് ദ സെക്രീഷൻസ്, മുമ്പും പിൻപും ഒക്കെ ഓറൽ ഉണ്ടാകാം, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഉണ്ടാകാം. മറ്റു തരം സെക്രീഷൻസ് ഒക്കെ കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. അതിന്റെ കൂടെ തന്നെ വാഗോലിറ്റിക് എന്ന് വെച്ചാൽ വാഗസ് നെർവ്, ഹൃദയത്തിൽ നമ്മുടെ ആക്ഷൻ ഒക്കെ കുറയ്ക്കുന്നതാണ് വാഗസ് ആക്ഷൻ. സോ വാഗോലിറ്റിക് ആക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം, ടു പ്രിവെന്റ് ദ വാഗസ് സ്റ്റിമുലേഷൻ. ദെൻ ഇതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് എന്താണ്? സ്റ്റൊമക്കിലെ ആസിഡ് സെക്രീഷൻസ് ഒക്കെ കുറയ്ക്കണം അല്ലെ. സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ആസിഡ് സെക്രീഷൻസ് കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്താണ്, അത് എങ്ങാനും ആസ്പിറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും, ഡാമേജ് കുറയ്ക്കാനായിട്ട് പറ്റും. അതാണ് സ്റ്റൊമക്കിലെ ആസിഡ് സെക്രീഷൻസ് കുറയ്ക്കുക. ദെൻ ഇതോടൊപ്പം തന്നെ ആറാമത്തെ ലക്ഷ്യം, സ്റ്റൊമക്കിലും ഒക്കെ ഉണ്ടാവുന്ന കണ്ടൻസ്. ഇപ്പോൾ സ്റ്റൊമക്കിൽ എന്തെങ്കിലും കണ്ടൻസ് ഉണ്ടെങ്കിൽ അത് തിരിച്ച് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്, പുറകിലോട്ട് ഈസോഫാഗസിലേക്കൊക്കെ വരാണ്ടെങ്കിൽ അത് നീക്കുക. അപ്പം നമുക്ക് GI സ്റ്റിമുലേഷൻസ് കുറയ്ക്കുക. GI സ്റ്റിമുലേഷൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും? പോസ്റ്റ് ഓപ്പറേറ്റീവ് വോമിറ്റിംഗ്, നൗസിയ, വോമിറ്റിംഗ് പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാം. സോ ആന്റി എമറ്റിക് ആക്ഷൻ ഉണ്ട്, ദെൻ പ്രോകൈനറ്റിക് ആക്ഷൻ, ഇതൊക്കെ നമ്മൾ വെച്ചിട്ടാണ് കൊടുക്കുക. സോ ഇത്രയും ലക്ഷ്യങ്ങൾ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളെയാണ് നമ്മൾ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ. സോ ഇതെല്ലാം കൂടി ഒരുമിച്ചുണ്ടാക്കുന്ന ഒരു മരുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ആന്റി ആങ്സൈറ്റി, അനാൾജസിക്, സെഡേറ്റീവ്, അംനേഷ്യ ഇല്ല. അപ്പോൾ ഒരെണ്ണം കൊടുക്കുമ്പോൾ എല്ലാം കുറച്ച് ഡോസ് കൂട്ടി കൊടുക്കാന്ന് വെച്ചാൽ അപ്പോൾ സേഫ്റ്റി പ്രശ്നങ്ങൾ വരും. സോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ പല മരുന്നുകൾ കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് റെസ്പിറേറ്ററി പ്രശ്നങ്ങൾ ഈ മരുന്നുകൾ കൊടുത്തുണ്ടാവരുത്, CVS പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, CNS പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. സോ ഇത്രയും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. നമ്മൾ ഈ കൊടുക്കുന്ന മരുന്ന് മൂലം ഇതൊന്നും പ്രശ്നം ഉണ്ടാവരുത്. സോ വി നീഡ് ടു ഗിവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഏജന്റ്. സോ ആ എല്ലാ മരുന്നുകളെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇതാണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസ്. ഇനി സർജറിക്കൊപ്പം നമുക്ക് മസിൽ റിലാക്സേഷൻ വേണമല്ലേ. മസിൽ റിലാക്സേഷൻ നമ്മൾ വേറെ മരുന്നുകൾ കൊടുക്കണം. പ്രോപ്പറായിട്ട് മസിൽ റിലാക്സേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ. സോ ന്യൂറോ മസ്കുലാർ ബ്ലോക്കേഴ്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. ക്യൂറോണിയംസ് ഉണ്ട്, ക്യൂരാരേസ് ഉണ്ട്, ക്യൂരിയംസ് ഉണ്ട്, ദെൻ സക്സിനൽ കോളിൻ പോലുള്ള മരുന്നുകൾ. സോ ഇതെല്ലാം പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസിൽ നമ്മൾ പെടുത്തുമെന്ന് വെച്ചാൽ ഇല്ല. ഇത് പ്രീ അനസ്തെറ്റിക് അല്ല, ദിസ് എ പാർട്ട് ഓഫ് അനസ്തീഷ്യയുടെ കൂടെയുള്ള മസിൽ റിലാക്സേഷന് വേണ്ടി കൊടുക്കുന്ന മരുന്നുകളാണ്. ഇനി നമ്മൾ ഈ പറയുന്ന മരുന്നുകൾ ചിലതെങ്കിലും ഒറ്റയ്ക്ക് അതിന് ഇൻഡക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. IV ഇൻഡക്ഷൻ ഓഫ് അനസ്തീഷ്യക്ക് ഉപയോഗിക്കാം. ചിലത് മെയിൻ്റനൻസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളുണ്ട്. ഓക്കെ, അങ്ങനെ ചില മരുന്നുകൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണം മിഡാസോളം എന്ന് പറയുന്ന മരുന്ന് നമ്മൾ ഇവിടെ പറയും, പക്ഷേ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇൻഡ്യൂസിങ് ഏജന്റ്. ഡെക്സ്മെഡിറ്റോമെഡിൻ പോലെയുള്ള മരുന്നുകൾ. സോ ഇതൊക്കെ പ്യുവർ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ മാത്രമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ദെൻ പ്രീ അനസ്തെറ്റിക് റിലേറ്റഡ് ഡ്രഗ്സ്, ഈ എല്ലാ മരുന്നുകളും ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെയും കൂടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ വേറൊരു ടേം ഉപയോഗിക്കാം. അത് ടേം അനസ്തെറ്റിക് അഡ്ജുവൻസ് എന്നാണ്. അനസ്തെറ്റിക് അഡ്ജുവൻസ്. സോ അനസ്തീഷ്യയുടെ ഒപ്പം കൊടുക്കുന്ന പല രീതിയിൽ പ്രീ അനസ്തെറ്റിക്കും അനസ്തീഷ്യയുടെ സമയത്തും എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്ന മരുന്നുകളെ നമുക്ക് അനസ്തെറ്റിക് അഡ്ജുവൻസ് എന്നും നമുക്ക് വിളിക്കാം.
അല്ലെങ്കിൽ അനസ്തെറ്റിക്കിലെ ആഡ് ഓൺ ഡ്രഗ്സ് എന്നും നമുക്ക് വിളിക്കാം. നമ്മൾ സെപ്പറേറ്റിന് ഡ്രഗ് ക്ലാസിഫിക്കേഷൻ എഴുതുന്നില്ല, കാരണം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞ എയിം തന്നെയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ. സോ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആർ സെഡേറ്റീവ്സ് ആൻഡ് ആങ്സിയോലിറ്റിക്സ് ആണ്. സെഡേറ്റീവ് ആങ്സിയോലിറ്റിക് വിഭാഗം മരുന്നുകൾ, ഇതിൽ തന്നെ പല വിഭാഗം മരുന്നുകളുണ്ട്. അതിൽ ഒരെണ്ണം പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പ് ബെൻസോഡയസിപ്പിൻസ് ആണ്. ബെൻസോഡയസിപ്പിൻസ് അതിൽ ഡയസിപ്പാം വരും, മിഡാസോളാം വരും, ടെമാസിപ്പാം എന്ന് പറയുന്ന മരുന്ന്, അൽപ്രാസോളാം. സോ ഇതെല്ലാം ദെൻ ലോറാസിപ്പാം വേണമെങ്കിൽ എഴുതാം. സോ ഡയസിപ്പാം നമുക്കറിയാം വലിയ ഗ്രൂപ്പ് ഓഫ് മരുന്നുകളാണ്. സോ വിവിധ തരം ബെൻസോഡയസിപ്പിൻ ഉണ്ട്. ഇവയിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് മിഡാസോളാം ആണ്. മിഡാസോളാമിനെ പറ്റിയാണ് ഞാനപ്പോൾ ഇവിടെ പറയാം. മിഡാസോളാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദിസ് ഈസ് വാട്ടർ സോലുബിൾ. വാട്ടർ സോലുബിൾ ബെൻസോഡയസിപ്പിൻസിലെ ഡയസിപ്പാം വാട്ടർ സോലുബിൾ അല്ല, ദെൻ ലോറാസിപ്പാം വാട്ടർ സോലുബിൾ അല്ല. അപ്പൊ പെയിൻ ഓഫ് ഇഞ്ചക്ഷൻ വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ട്. ഇത് അതാ പ്രശ്നം. ആൻഡ് ഇത് വിവിധ റൂട്ടുകളിൽ കൊടുക്കാം. നമുക്ക് IV കൊടുക്കാം, IM കൊടുക്കാം, ദെൻ ഈവൻ റെക്ടലി കൊടുക്കാം, നെയ്സലി കൊടുക്കാം, പാച്ച് ആയിട്ട് കൊടുക്കാം. സോ വിവിധ റൂട്ടുകളിൽ അവൈലബിൾ ആണ്. ആൻഡ് ദിസ് മിഡാസോളാം ഈസ് ഷോർട്ട് ആക്ടിങ്, കുറച്ച് നേരമേ പ്രവർത്തിക്കുന്നുള്ളൂ. വിവിധ റൂട്ടുകളിലും കൊടുക്കാം, കുറച്ച് നേരം മാത്രം പ്രവർത്തിക്കുന്നു. ആൻഡ് വേഗം പ്രവർത്തനം കിട്ടും. റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ഉണ്ട്. റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് ആക്ഷൻ കിട്ടും. മറ്റ് ബെൻസോഡയസിപ്പിനെ അപേക്ഷിച്ച് ഭയങ്കര പൊട്ടന്റ് ആണ്. ദീസ് ആർ ഹൈലി പൊട്ടന്റ് ഡ്രഗ്സ്. 0.03 to 0.05 milligram per kilogram IV ഒക്കെ കൊടുത്താൽ മതി. ആൻഡ് ഓറലാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ കൊടുക്കണം. ആൻഡ് മരുന്നിന്റെ ഒരു ഗുണം ദിസ് ക്യാൻ പ്രൊഡ്യൂസ് ആൻറ്ററോഗ്രേഡ് അംനേഷ്യ. ആൻറ്ററോഗ്രേഡ് അംനേഷ്യ എന്ന് വെച്ചാൽ എന്താ? പുതുതായിട്ടൊരു ഓർമ്മകൾ ഉണ്ടാവുന്നത് അങ്ങ് തടയും. എന്ന് വെച്ചാൽ സർജറിയുടെ സമയത്ത് ഉണ്ടാവുന്ന ആ ഓർമ്മകളൊന്നും സർജറി കഴിയുമ്പോൾ ഉണ്ടാവില്ല. സോ സർജറി റിലേറ്റഡ് ഓർമ്മകൾ, മെമ്മറീസ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ ഗുണം. ദെൻ ബെൻസോഡയസിപ്പിൻ ആസ് എ ഗ്രൂപ്പ് മൊത്തത്തിൽ ദീസ് ആർ കാർഡിയോവാസ്കുലാർ സ്റ്റേബിൾ ആണ്, ഹീമോഡൈനാമിക്കലി സ്റ്റേബിൾ ആണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. നോർമൽ ഡോസസ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡോസസിൽ റെസ്പിറേറ്ററി ഡിപ്രഷൻ വളരെ കുറവാണ്. അപ്പോൾ കൂടുതലൊക്കെ കൊടുത്താൽ മിഡാസോളം കൊടുത്താൽ റെസ്പിറേറ്ററി ഡിപ്രഷൻ ഒക്കെ ഉണ്ടാക്കും. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ ഡോസിൽ ആ പ്രശ്നങ്ങളില്ല. ദെൻ ആന്റി ആങ്സൈറ്റി ആണ്, ആൻഡ് ദാറ്റ് ഈസ് ആങ്സിയോലിറ്റിക് ആണ്, ആൻഡ് ആന്റി ഹാലൂസിനോജനിക് ആണ്. ഹാലൂസിനേഷൻസിനെ തടയും. സോ ആന്റി ആണ്. ദെൻ ദിസ് ഇസ് ഓൾസോ ആന്റി കൺവൾസൻ ഡ്രഗ് കൂടിയാണ്. ആന്റി കൺവൾസൻ, എപ്പിലെപ്സി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലും നമുക്ക് തടയാം. ആൻഡ് ഓൾസോ ദീസ് ആർ സെഡേറ്റീവ്സ് കൂടിയാണ് നമ്മൾ പറഞ്ഞു. ആൻഡ് മിഡാസോളാം കുത്തിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇഞ്ചക്ഷൻ ഇല്ല, ബിക്കോസ് ഇറ്റ് ഈസ് വാട്ടർ സോലുബിൾ ആണ്. ദെൻ റെക്ടൽ, നൈസൽ, ഡെർമൽ അങ്ങനെയൊക്കെ റൂട്ടി കൊടുക്കാം. ദെൻ മിഡാസോളാം ഒറ്റയ്ക്ക് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് കൊടുക്കാം കേട്ടോ. ദിസ് ഇസ് IV ഇൻഡ്യൂസർ ആയിട്ട് ഒറ്റയ്ക്ക് കൊടുക്കാം. മാത്രമല്ല മെയിൻ്റനൻസിനും നമുക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇത് കൊടുത്തേക്കാം. സോ നമ്മൾ പ്രീ അനസ്തെറ്റിക്കിലാണ് പറയുന്നതെങ്കിൽ ദിസ് ഓൾസോ ഇൻഡ്യൂസർ ആൻഡ് ഓൾസോ എ മെയിൻ്റനൻസ് ഡ്രഗ് ആയിട്ടും കൊടുക്കാം. ദെൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സെഡേറ്റീവ് ആങ്സിയോലിറ്റിക് ആയിട്ട് പ്രീ അനസ്തെറ്റിക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്ന മരുന്നാണ് ടെമാസിപ്പാം എന്ന് പറയുന്ന മരുന്ന്. ഓറലായിട്ട് കൊടുക്കാം, ഷോർട്ട് ആക്ടിംഗ് ആണ്. ദെൻ ചില കണ്ടീഷൻസ്, ഇപ്പോൾ ലിവർ ഡിസീസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലോറാസിപ്പാം ആയിരിക്കും കൊടുക്കാം. ദെൻ ആന്റിഡോട്ട് ഉണ്ടോയെന്ന് വെച്ചാൽ ഫ്ലൂമാസെനിൽ എന്ന് പറയുന്ന ഒരു ആന്റിഡോട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇനി ബെൻസോഡയസിപ്പിൻ പോലെ തന്നെ ബെൻസോഡയസിപ്പിൻ ലൈക്ക് ഡ്രഗ് ആണ് സോപ്പിക്ലോൺ എന്ന് പറയുന്നത്. സോപ്പിക്ലോൺ ബെൻസോഡയസിപ്പിൻ അല്ല, പക്ഷേ ബെൻസോഡയസിപ്പിൻ ലൈക്ക് ഡ്രഗ്, സി ഡ്രഗ്സ് വിഭാഗത്തിൽ. ദെൻ ഡ്രോപെരിഡോൾ എന്ന് പറയുന്ന ഒരു മരുന്ന്. ഡ്രോപെരിഡോൾ നമ്മുടെ ഹാലോപെരിഡോളിന്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. ആന്റിസൈക്കോട്ടിക് ആണ് ഹാലോപെരിഡോൾ. സോ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഫെന്റാനിലിനൊപ്പം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ന്യൂറോലെപ്റ്റ് അനാൾജസിക് ആണ്. ന്യൂറോലെപ്റ്റ് അനാൾജസിക് ആയിട്ട് ഉപയോഗിക്കാം. ഫെന്റാനിൽ പ്ലസ് ഡ്രോപെരിഡോൾ പ്ലസ് നൈട്രസ് ഓക്സൈഡ് കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ന്യൂറോലെപ്റ്റ് അനസ്തെറ്റിക് എന്നാണ് പറയുക. സോ ICUലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. സെഡേഷൻ ഉണ്ടാക്കും. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ പവർഫുൾ ആന്റി എമറ്റിക് ഡ്രഗ് കൂടിയാണ് ഡ്രോപെരിഡോൾ. ഇനി സെഡേറ്റീവിൽ നമുക്ക് പറയാനുള്ള ഒരു മരുന്ന് പ്രോമെത്താസിൻ ആണ്. പ്രോമെത്താസിൻ ഉണ്ട്. ദെൻ ഓൾസോ ഹൈഡ്രോക്സസിൻ ഉണ്ട്. ഇത് കൂടുതൽ സ്യൂട്ട് ആന്റി ഹിസ്റ്റമിൻ അല്ലെങ്കിൽ ആന്റി എമറ്റിക്കിലൊക്കെ നമുക്ക് പെടുത്താം. എങ്കിലും ദിസ് കോസസ് സെഡേഷൻ, ഉറക്കം ഉണ്ടാക്കുന്നുണ്ട്, ആങ്സിയോലിറ്റിക് എഫക്റ്റ് ഉണ്ട്. ആന്റി ഹിസ്റ്റമിൻ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആന്റി ഹിസ്റ്റമിൻ ആണ്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ ആന്റി എമറ്റിക് ഡ്രഗ് കൂടിയാണ്. ആന്റി എമറ്റിക് അതിൽ പ്രോമെത്താസിൻ ആണ് കൂടുതൽ ആന്റി എമറ്റിക് ഉള്ളത്. ഹൈഡ്രോക്സാസിന് കൂടുതൽ സെഡേഷൻ ആണ് ഉള്ളത്. ദെൻ പ്രോമെത്താസിൻ ഈസ് ഓൾസോ ആന്റി ഹൈപ്പർടെൻസീവ് ആക്ഷൻ കൂടിയുണ്ട്. ആൽഫ റിസപ്റ്റേഴ്സിലൊക്കെ ആക്ഷൻ ഉണ്ട്. ദെൻ സെഡേഷനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞ ആന്റി എമറ്റിക് ഗ്രൂപ്പിലാണ് കൂടുതൽ ചേർക്കുക. എങ്കിലും ഞാൻ ഇവിടെ അങ്ങ് പറഞ്ഞു പോവുകയാണ്, ബിക്കോസ് അവിടെ ഇനിയും പറയണ്ട. രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ, വലിയ ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ അനാൾജസിക്സ് ആണ്. വേദന കുറയ്ക്കുക എന്നുള്ളതാണ്. സർജറിയുടെ വേദന ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ. പ്രയർ ടു പെയിൻഫുൾ പ്രൊസീജിയറിന് മുമ്പ്, സർജറിക്ക് മുമ്പ് നമുക്ക് ഉപയോഗിക്കാം. രണ്ട് തരമുണ്ട്. ഓപ്പിയോയിഡ് ഉണ്ട്, NSAIDs ഉണ്ട്. NSAIDs പോലെയുള്ള മരുന്നുകളുണ്ട്. ആൻഡ് പവർഫുൾ ഏതാണെന്ന് ചോദിച്ചാൽ പവർഫുൾ ഈസ് ഓപ്പിയോയിഡ്സ് ആണ്. പവർഫുൾ അനാൾജസിക്സ്. മോർഫിൻ ഉണ്ട്, പെത്തിഡിൻ ഉണ്ട്. ദെൻ ഫെന്റാനിൽ ഗ്രൂപ്പിൽ റാമിഫെന്റാനിൽ ഉണ്ട്. ദെൻ ആൽഫെന്റാനിൽ ഉണ്ട്. സുഫെന്റാനിൽ പോലെയുള്ള
പോലെയുള്ള മരുന്നുകളുണ്ട്. ദെൻ പെൻറ്റാസോസിൻ ഈസ് അനദർ വൺ, ട്രമഡോൾ. സോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളാണ് നമ്മൾ ഓപ്പിയോയിഡ്സ്. പെത്തിഡിൻ ഞാൻ പറഞ്ഞു, യെസ് പെത്തിഡിൻ ഈസ് ഓൾസോ ദർ. ദെൻ ഇത് ബേസ് ലൈൻ അനാൽജസിക് കിട്ടും, ബേസ് ലൈൻ അനാൽജസിയ, നല്ല അനാൽജസിക് എഫക്ട് കിട്ടും, പവർഫുൾ അനാൽജസിക് എഫക്ട് കിട്ടും. ആൻഡ് ഓൾസോ ദിസ് ക്യാൻ ഡിക്രീസ് ദ അനസ്തെറ്റിക്സ്, നമ്മുടെ അനസ്തെറ്റിക്സിന്റെ റിക്വയർമെന്റ് കുറയ്ക്കാൻ പറ്റും. സർജറി കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ വേദന ഇല്ലാതാക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ദിസ് ക്യാൻ കോസ് സെഡേഷൻ, ഓൾസോ ഉറക്കമുണ്ടാക്കുന്നുണ്ട്. ദെൻ ദിസ് ക്യാൻ കോസ് യൂഫോറിയ ആൻഡ് ഹാലൂസിനേഷൻ ആണ് ഇതിന്റെ പ്രശ്നം. അഡിക്ഷൻ അതുകൊണ്ട് ഉണ്ടാക്കിയേക്കാം. ഫെന്റാനിലാണ് ഈ കമ്പാരിറ്റീവ്ലി ഏറ്റവും സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരെണ്ണം. അത് കാർഡിയോവാസ്കുലർ സേഫ് ആണ്, ഹീമോഡൈനാമിക്കലി സ്റ്റേബിൾ ആണ്, അതിന്റെ ബാക്കിയെല്ലാം സേഫ് ആണ്, സീരിയസ് പ്രശ്നങ്ങളില്ല, സ്ട്രെസ് കുറയും. പക്ഷെ ഇതിന് കുറച്ച് മസിൽ റിജിഡിറ്റി ഉണ്ടാക്കാം ഫെന്റാനിൽ മരുന്നുകൾക്ക്. നോ ഹിസ്റ്റമിൻ റിലീസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. മോർഫിനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ, നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ദെൻ പിന്നെ ഇവിടെ നമുക്ക് ഉപയോഗിക്കാവുന്നത് പെൻറ്റാസോസിൻ ആണ്. സാധാരണ ഉപയോഗിക്കുന്നത് പെൻറ്റാസോസിൻ. ലോങ് റെസ്പിറേറ്ററി ഡിപ്രഷൻ അതിന് കുറവാണ്, റെസ്പിറേറ്ററി ഡിപ്രഷൻ, ബിക്കോസ് ഇറ്റ്സ് എൻ അഗോണിസ്റ്റ് ആൻഡ് അഗോണിസ്റ്റ് ഗ്രൂപ്പ് മരുന്നാണ്. ലോ അഡിക്റ്റീവ് പൊട്ടൻഷ്യൽ ഇല്ല, അഡിക്ഷൻ പ്രശ്നങ്ങളില്ല. പക്ഷെ അതിന് ചെറിയൊരു പ്രശ്നമുള്ളത് സിംപതോമിമെറ്റിക് ആക്ഷൻ ഉണ്ട്, സിംപതോമിമെറ്റിക് ആക്ഷൻ. ദെൻ പെത്തിഡിൻ ആൻഡ് ട്രമഡോൾ. പെത്തിഡിൻ ട്രമഡോളും നമുക്ക് പോസ്റ്റ് അനസ്തെറ്റിക് അല്ലെങ്കിൽ പോസ്റ്റ് സർജിക് ഷിവറിങ്, അത് ആ വിറയൽ കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറ്. NSAIDs പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാരസെറ്റമോൾ ഉണ്ട്. പാരസെറ്റമോൾ ഗുളികയായിട്ടല്ല നമ്മൾ കൊടുക്കുക, IV ആയിട്ട് ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് കിട്ടും. ദെൻ പിന്നെ അതുപോലെ എഫക്റ്റ് കിട്ടുന്നതാണ് കെറ്ററോലാക്. കെറ്ററോലാക് മോർഫിനെ പോലെ പൊട്ടന്റ് അനാൽജസിക് ആണ്. മറ്റ് NSAIDs ഒക്കെ ഉണ്ട്, ഡൈക്ലോഫെനാക് പോലെയുള്ളവ. അങ്ങനെയൊക്കെയുള്ള, ഞാൻ എല്ലാത്തിൻ്റെ പേര് എഴുതുന്നില്ല, അങ്ങനെയുള്ളതും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് സെഡേഷനും വേണം അനാൽജസിയും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന രണ്ടും കൂടി ചേർത്ത് കിട്ടുന്ന ഒരു മരുന്നാണ് ഡെക്സ്മെഡിറ്റോമെഡിൻ. ഡെക്സ്മെഡിറ്റോമെഡിൻ ഇത് വേണമെങ്കിൽ നമുക്ക് അനസ്തെറ്റിക് ഡ്രഗിൽ പെടുത്താവുന്ന മരുന്നാണ്. ഞാൻ പക്ഷേ ഇവിടെ പെടുത്തി പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ആൻ α2 അഗോണിസ്റ്റ്. α2A സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ α2A അഗോണിസ്റ്റ് ആണ്, നമ്മുടെ ക്ലോണിഡിൻ പോലെയൊക്കെയുള്ള ഒരു മരുന്ന്. സോ ദിസ് ക്യാൻ കോസ് സെഡേഷൻ, ഉറക്കമുണ്ടാക്കാം. ആൻഡ് ഓൾസോ ദിസ് ക്യാൻ റെഡ്യൂസ് പെയിൻ, വേദനയും കുറയ്ക്കും. ആൻഡ് ഓൾസോ ദിസ് ക്യാൻ ഡിക്രീസ് ദ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേഷൻ. ഇത് എവിടെയാണ് അപ്രൂവ്ഡ് എന്ന് വെച്ചാൽ മെക്കാനിക്കലി വെന്റിലേറ്റ് ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന് ഷോർട്ട് ടേം സെഡേറ്റീവ് ആയിട്ട് ഇത് അപ്രൂവ്ഡ് ആണ്. ദെൻ ഇൻറ്റ്യൂബേറ്റഡ് പേഷ്യൻസിൽ സെഡേറ്റീവ് ആയിട്ട് അപ്രൂവ്ഡ് ആണ്. ദെൻ ഇതിന്റെ വേറെ ഉപയോഗം ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു ഉപയോഗമുണ്ട്, സബ്ലിംഗിൽ നാക്കിനടിയിൽ വെച്ച് കൊടുക്കുന്നതാണ്. അത് ഷിസോഫ്രീനിയ അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള രോഗികൾ അക്യൂട്ട് അജിറ്റേറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ ആ അജിറ്റേഷൻ കുറയ്ക്കാനായിട്ടും ഈ മരുന്ന്. സോ 3 കാര്യങ്ങൾക്കാണ് അനുമതി. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് പല അനസ്തെറ്റിക് സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അഡ്ജുവന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നാണ്. മെയിൻറ്റെയിൻ ദ അനസ്തേഷ്യ, അത് സർജറി ആ സമയത്ത് വേദനയും ഉറക്കമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കും. സോ ഇറ്റ്സ് എ പോസ്റ്റ് അനസ്തെറ്റിക് സെഡേറ്റീവ് കൂടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നാണ്. ഇതിന്റെ ഗുണം അല്ലെങ്കിൽ ദോഷം രണ്ടും പറയണമല്ലോ. എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടാക്കുന്നില്ല. സോ ഇറ്റ്സ് നോട്ട് ആൻ അനസ്തെറ്റിക്. അനസ്തെറ്റിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അംനേഷ്യ ഉണ്ടാക്കുമെന്ന് വെച്ചാൽ അംനേഷ്യ ഉണ്ടാക്കുന്നില്ല. മസിൽ റിലാക്സേഷൻ ഉണ്ടാക്കുമോ? നോ മസിൽ റിലാക്സേഷൻ. ഓക്കെ, ഇതൊരു നാച്ചുറൽ സ്ലീപ്പ് അങ്ങോട്ട് ഉണ്ടാക്കും, വേദന കുറയ്ക്കും. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ഡിക്രീസ് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവിറ്റി കുറയ്ക്കുന്നത് കൊണ്ട് അപ്പോൾ ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കാം. ഹൈപ്പോടെൻഷൻ ആൻഡ് ഓൾസോ ബ്രാഡിക്കാർഡിയ, ഹൃദയത്തിന്റെ പ്രവർത്തനം കുറച്ച് കുറയും. സോ ഇതാണ് സൈഡ് എഫക്റ്റ് ആയിട്ട് പറയാവുന്നത്. ഇനി നമ്മുടെ ലക്ഷ്യം സെക്രീഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്, ഡിക്രീസ് സെക്രീഷൻസ്. അതിനുവേണ്ടി നമുക്ക് കൊടുക്കാവുന്ന ഡ്രഗ് ആന്റി കോളിനർജിക് ഡ്രഗുകളാണ്. നമ്മൾ ഏറ്റവും ഫേമസ് അട്രോപ്പിൻ നമ്മുടെ കയ്യിലുണ്ട്, ഹയോസിൻ നമുക്കറിയാം. ദെൻ ഓൾസോ നമ്മൾ പക്ഷെ അധികം ഉപയോഗിക്കുക ഗ്ലൈക്കോപൈറോലേറ്റ് എന്ന് പറയുന്ന മരുന്നാണ്, ഗ്ലൈക്കോപൈറോലേറ്റ്. സോ ഗ്ലൈക്കോപൈറോലേറ്റ് ഒരു സിന്തറ്റിക് ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട് ആണ്, അമീനാണ്. ആൻഡ് ദിസ് ക്യാൻ ഡിക്രീസ് സെക്രീഷൻസ്, വളരെയധികം സെക്രീഷൻ കുറയ്ക്കാം. സോ ഡിക്രീസ് തുപ്പൽ സെക്രീഷൻ കുറയ്ക്കാം. സോ ആന്റി സയലോഗോഗിക് ആക്ഷൻ ഉണ്ട്. ദെൻ റെസ്പിറേറ്ററി സെക്രീഷൻസ് കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഓൾസോ പവർഫുൾ വാഗോലിറ്റിക് കൂടിയാണ്. വാഗോലിറ്റിക് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ അട്രോപ്പിനായിരിക്കാം. ദെൻ ഹയോസിൻ ആണെങ്കിൽ കൂടുതലായിട്ട് CNS സെഡേഷൻ എഫക്റ്റ് ഉണ്ട്. സോ ഇതിന്റെയൊക്കെ ഇടയിൽ നിൽക്കുന്ന എഫക്റ്റ് ആണ്. അല്ലെങ്കിൽ ഗ്ലൈക്കോപൈറോലേറ്റിന് ഒട്ടും തന്നെ CNS ആക്ഷൻ ഇല്ല, ബിക്കോസ് ഇറ്റ്സ് എ ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട് ആണ്, ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കില്ല. സോ നോ CNS ആക്ഷൻസ്. അങ്ങനെയാണ് അതിന്റെ ഗുണം. സോ ദിസ് ഈസ് ദ മോസ്റ്റ് പ്രിഫേർഡ് യൂസ്ഡ് ആസ് എൻ സെക്രീഷൻസ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ചോക്കിംഗ് കുറയ്ക്കും, അല്ലെങ്കിൽ ആസ്പിറേഷൻ കുറയ്ക്കും, അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ. അടുത്ത പ്രശ്നം പോസ്റ്റ് ഓപ്പറേറ്റീവ് നൗസിയ ആൻഡ് വോമിറ്റിംഗ്, ഛർദിൽ ഒക്കാനം. അല്ല, ഛർദിൽ ഒരു പ്രശ്നമാണ്. അവിടെ നമുക്ക് വേറൊരു മരുന്നിനെ കുറിച്ചും ആലോചിക്കേണ്ട കാര്യം ഇപ്പോൾ ഇല്ല. ഓൺഡാൻസെട്രോൺ ഉണ്ട്, ഇറ്റ്സ് എ 5T3 ആന്റഗോണിസ്റ്റ് ആയിട്ടുള്ള ഓൺഡാൻസെട്രോൺ ഉണ്ട്. ദ മോസ്റ്റ് പ്രിഫേർഡ് ഓർ ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഇതാണ്. ഇറ്റ്സ് എ പവർഫുൾ ആന്റിഎമറ്റിക് ആണ്. 4 to 8 milligram IV കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. എങ്കിലും നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പ്രോമെത്താസിൻ, ഛർദിലിനെതിരെ ഉപയോഗിക്കാം, ആന്റി ഹിസ്റ്റമിൻ ആണ് നമ്മൾ പറഞ്ഞു. ദെൻ ഛർദി ഇല്ലാതാക്കാൻ പിള്ളേർക്ക് ഓറലി എന്തെങ്കിലും കൊടുക്കാവോ എന്ന് വെച്ച്
വെച്ചാൽ ട്രൈമിപ്രാസിൻ എന്ന് പറയുന്ന അതിൻ്റെ സിറപ്പൊക്കെ കണ്ടു കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഓൺഡാൻസെട്രോൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം മറ്റു മരുന്നുകളെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. ദെൻ അടുത്ത മരുന്ന് പ്രോകൈനറ്റിക് ആണ്. പ്രോകൈനറ്റിക് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് ഇതാണെങ്കിൽ സ്റ്റൊമക്കിൽ ഇപ്പോൾ ഫുഡ് കിടപ്പുണ്ടെന്ന് വിചാരിക്കുക, സ്റ്റൊമക്കിൽ ഫുഡ് ഇങ്ങനെ കിടപ്പുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടേക്ക് വരൽ കുറയും. സോ അതാണ് പ്രോകൈനറ്റിക്. GI മൂവ്മെന്റ് കൂട്ടി ഇങ്ങോട്ടേക്ക്, ഇവിടെ കിടക്കുന്ന ഇങ്ങോട്ടേക്ക്. സോ തിരിച്ച് വരൽ കുറയ്ക്കുന്ന മരുന്നുകളാണ്. ഏതെല്ലാം മരുന്നുകൾ എന്ന് വെച്ചാൽ മെറ്റോക്ലോപ്രോമൈഡ് ഉണ്ട്, ദെൻ ഡോംപെരിഡോൺ ഉണ്ട്. സോ ഇതെല്ലാം D2 ബ്ലോക്കേഴ്സ് ആണ്. നമുക്കറിയാം പെരിഫറൽ D2 ബ്ലോക്കേഴ്സ് ആണ്. പക്ഷേ ഇവയ്ക്ക് കുറച്ച് എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാക്കാം. ദീസ് ആർ പവർഫുൾ ആന്റി എമറ്റിക് ഡ്രഗ്സ് കൂടിയാണ് എന്നുള്ള ഓർക്കുക. ബട്ട് ആന്റി എമറ്റിക് ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് നൗ ഓൺഡാൻസെട്രോൺ. ഇനി നമുക്ക് GI സെക്രീഷൻസ്, ഇവിടെയുള്ള സെക്രീഷൻസ് അല്ല ഇങ്ങോട്ടേക്ക് എങ്ങാനും അറിയാതെ വന്നു പോയി കഴിഞ്ഞാൽ ആസ്പിറേഷൻ ഉണ്ടാക്കും. അവിടെ നമുക്ക് ഏതാണ് ഉപയോഗിക്കുന്നത്? പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്, ഒമിപ്രസോൾ പോലെയുള്ള റാബിപ്രസോൾ, ലാൻസോപ്രസോൾ, സോയുള്ള പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന റാനിറ്റിഡിൻ പോലെയുള്ള റാനിറ്റിഡിൻ H2 ബ്ലോക്കേഴ്സിന്റെ ആവശ്യമില്ല. ദെൻ ആന്റാസിഡ്സ് അതൊന്നും ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിൽ ഗോ ഫോർ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ സർജറി സമയത്ത് മുൻപ് ഇടയിൽ ഒക്കെ ആയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ മുൻപ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ ആയിട്ട് കൊടുക്കുന്നതാണ്. ഇനി സർജറി സമയത്ത് നമ്മൾ ചില മരുന്നുകൾ ഉപയോഗം നിർത്തിവെക്കാറുണ്ടല്ലേ. ഏറ്റവും പ്രധാനം ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജൻസ് ആണ്, ആന്റി ഡയബറ്റിക് ഡ്രഗ്സ്. അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഇൻസുലിനിലേക്കാക്കും. ആ രോഗിക്കൊക്കെ നമ്മൾ ഇൻസുലിനിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് സർജറി ഒക്കെ ചെയ്യുക. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം വി ക്യാൻ റീഇൻസ്റ്റേറ്റ് ദിസ് ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജന്റ്. ദെൻ NSAIDs എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഒഴിവാക്കും. ദെൻ പ്രധാനമായിട്ട് പിന്നെ ഒഴിവാക്കുന്ന ഡ്രഗ് ബ്ലഡ് കൊയാഗുലേറ്റിംഗ് ആന്റി കൊയാഗുലേഷൻ, ബ്ലഡ് കൊയാഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബ്ലീഡിംഗ് കൂട്ടുന്ന മരുന്നുകളാണ്. ഇപ്പോൾ ഉദാഹരണം വാർഫാരിൻ എന്ന് പറയുന്ന മരുന്ന് ഒരു 4 ദിവസം 5 ദിവസം മുമ്പെങ്കിലും നമ്മൾ ഒഴിവാക്കും. ആസ്പിരിൻ 3 ദിവസം to 7 ദിവസം മുമ്പ് വരെയൊക്കെ ഒഴിവാക്കിയേക്കാം. ക്ലോപ്പിഡോഗ്രൽ എന്ന് പറയുന്ന മരുന്ന് ഒരു 7 ദിവസം മുമ്പൊക്കെ നമ്മൾ ഒഴിവാക്കുക. സോ ഇങ്ങനെയുള്ള ബ്ലഡ് തിന്നേഴ്സ് ആണ് ലോക്കലി പറയാം. സോ അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ നമ്മൾ പരമാവധി ചിലപ്പോൾ നിർത്തിവെച്ചേക്കാം. ദെൻ ചില മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കരുതലോടെ ഉപയോഗിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് പേഷ്യൻ്റ് ഈസ് ഓൺ സ്റ്റിറോയിഡ് തെറാപ്പി, ഒറ്റയടിക്ക് സ്റ്റിറോയിഡ് നിർത്തുന്നത് ശരിയല്ല. ബിക്കോസ് സ്ട്രെസ്സാണ് വരുന്നതല്ല, സർജറി ഇസ് സ്ട്രെസ്. സോ അപ്പോൾ നമ്മൾ കൂട്ടേണ്ടി വരും. അല്ലെങ്കിൽ അത് നോക്കി കണ്ട് നമ്മൾ കരുതലോടെ ഉപയോഗിക്കുക. ദെൻ ഡയൂററ്റിക്സിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്നൊക്കെ നിർത്തി കഴിഞ്ഞാൽ ബ്ലഡ് വോളിയം റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടാകാം. സോ അത് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ദെൻ MAO ഇൻഹിബിറ്റേഴ്സ് നമ്മൾ പല ഉപയോഗിക്കുന്ന മരുന്നുകളും ഇതായിട്ട് ഇൻട്രാക്ഷൻ ഒക്കെ ഉണ്ടായേക്കാം. സോ അപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടി വരും. വേറെ ഒരുപാട് മരുന്നുകളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ലോക്കൽ സാധാരണ നമ്മൾ പറയുന്നത്. സോ ദീസ് ആർ സം ഓഫ് ദ എക്സാമ്പിൾസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻസ് ആൻഡ് ഓൾസോ സംതിങ് അബൌട്ട് അനസ്തെറ്റിക് അഡ്ജുവൻസ്. So thank you for watching.